അത്ഭുതകരമായി നിങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സുഖസ്ഥപിതാവേ, പുതുവത്സരത്തിലേക്ക് പ്രവേശിപ്പാൻ രഹിതരായ അടികളെ ശക്തീകരിച്ചുവല്ലോ. കഴിഞ്ഞ വർഷത്താൽ അത്ഭുതകരം നിശ്ചയകരമായി എന്റെ പ്രിയ വഴികൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധാരാധന സംബന്ധിക്കുന്ന എല്ലാ പ്രിയ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയ മക്കളെ അവിടെ അനുഗ്രഹിക്കണമേ. ഞാൻ ആരാധനയുടെ ആ ദിവസം അവിടെ തീരുമായ സ്ഥാനത്തിൽ കൂടിയിരിക്കണമെന്ന് മശിയാണ് നാമത്തിന്റെ ആചരിച്ചതും കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമം സ്തുതിക്കുമൊത്തനുമായി ഞാൻ ഉയർത്തിയത് 64-ാം കീർത്തനം, നമ്പർ 64. വിശുദ്ധാരാധനയിൽ ഉടമ്പടി ശുശ്രൂഷയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ വൈറ്റ് നിറത്തിലുള്ളതായ ആരാധനക്രമം നമുക്ക് ഉപയോഗിക്കാം. പേജ് നമ്പർ 17. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നും രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ വിശുദ്ധാന്തിയോഗ്യമായി മഹത്വപ്പെടുത്തുവാനും
നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസം ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. സ്തുതിരിത്തായിൽ പങ്കുചേരാം. ഓരോ പ്രാർത്ഥനയുടെ പിന്നാലെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്ന് പ്രതിവാക്യമായി ഏറ്റുചൊല്ലാം. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്ന് പ്രതിവാക്യമായി ഏറ്റുചൊല്ലാം. നമ്മെ സൃഷ്ടിച്ചവനും ഓരോ നിമിഷവും നമ്മെ കാത്തു പരിപാലിക്കുന്നവനും നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിക്കുന്നവനുമായ ദൈവമേ, പാവഴിയെ സകലത്തിൽ ഞങ്ങൾ തുല്യനായി തീർന്നവനും ഞങ്ങളുടെ പാവങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിക്കപ്പെടുകയും ഞങ്ങളുടെ നീതിഗണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത പുത്രനാം ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ നമുക്ക് സന്തോഷിക്കാം. കർത്താവ് ജീവൻ നൽകുന്നവനും നാം ദൈവത്തിന്റെ കുടുംബത്തിൽ ജനിച്ച് അവന്റെ ശരീരത്തിലെ അവയവങ്ങളായി തീർന്നതിന് മുഖാന്തരമായിരിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവമേ, ദൈവത്തിന്റെ പലവിധമായ കർണകൾക്കും കുറിവുകൾക്കുമായി ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. അല്പസമയം മൗനമായിട്ട് ശാന്തമായിട്ട് നമുക്കിരിക്കാം. പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവായ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പ്രതിവാക്യമായി ഏറ്റുചൊല്ലാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. സർവ്വനന്മയുടെ ഉടമ ഞങ്ങൾ ദൈവമായ കർത്താവേ, കഴിഞ്ഞ വർഷക്കാലം മാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാലങ്ങളിലും നീ ഞങ്ങളോട് എത്ര കാര്യമുള്ളവനായിരിക്കുന്നത് ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിന്റെ നാളുകളിൽ ഞങ്ങൾ സമൃദ്ധിയായി അനുഭവിച്ച അനവധി നന്മകൾക്കായും ഈ സമയം വരെ ഞങ്ങളെ കാത്തിപ്പോൾ ദൈവാർത്ഥ ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നതായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, നിന്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ പാർക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകിയതിനായും ചിന്തിക്കുവാൻ മനസ്സും പ്രവർത്തിക്കുവാൻ കരങ്ങളും സ്നേഹിക്കുവാൻ ഹൃദയങ്ങളും ഞങ്ങൾക്ക് നൽകിയതിനായും ഈ അത്ഭുത പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാര്യവിചാരാക്കി ഞങ്ങളെ തീർത്തതിനായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കുടുംബത്തിനും സ്നേഹിതർക്കും ബന്ധുക്കൾക്കുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, നീ ഞങ്ങൾ എൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ വീണ്ടെടുക്കുകയും ശ്രേഷ്ഠപടിയാ ഞങ്ങൾ വിളിക്കുകയും നിന്റെ വിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിലും നിന്റെ സഭയുടെ സാക്ഷ്യത്തിലും ഞങ്ങൾക്കൊരു സ്ഥാനം നൽകിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, നീ എൻ്റെ കാലത്ത് ഞങ്ങളുടെ പ്രകാശമായിരിക്കുന്നു. ഞങ്ങളുടെ കഷ്ടതകളിലും ദുഃഖങ്ങളിലും പരീക്ഷകളിലും നീ ഞങ്ങൾക്കുറപ്പുള്ള പാറയും സന്തോഷവേളകളിൽ ഞങ്ങളുടെ ആനന്ദവും ഞങ്ങളുടെ അധ്വാനത്തിൽ നിന്ന് ഞങ്ങളുടെ ഏറ്റവും മതിയായ പ്രതിഫലമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നമുക്ക് നമ്മുടെ കുറവുകളെ ദൈവം പാകെ ഏറ്റു പറയാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, നിന്റെ പ്രിയപുത്രൻ മുഖാന്തരം ഒരു വിശുദ്ധ ജീവിതം ഞങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അവൻ നിന്ന് പഠിക്കുന്നുള്ളതായ ഞങ്ങളുടെ സാവധാനതയും അവനെ പിന്തുടരുന്നുള്ളതായ ഞങ്ങളുടെ പരാജയവും അവന്റെ ക്രൂശ് വഹിക്കുന്നുള്ളതായ ഞങ്ങളുടെ വഴിമിക്കവും ഞങ്ങൾ ലക്ഷ്യോടെ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ആരാധനയുടെ ശുഷ്കതയും വിശുദ്ധ കൂട്ടായ്മയിലും കൃപ വഴികളെ ഉപയോഗിക്കുന്നതിലും വന്നുപോയ ഞങ്ങളുടെ ഉപേക്ഷയും യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുന്നുള്ള ഞങ്ങളുടെ വൈമനസ്യവും നിന്റെ ശുശ്രൂഷാരംഗത്ത് ഞങ്ങളുടെ ചുമതല ഭംഗിയായി ചെയ്യുവാൻ ഞങ്ങൾ മടി കാണിച്ചതും നിന്റെ ദാനങ്ങളെ വിശ്വസതയോടെ കൈകാര്യം ചെയ്യുന്നതിൽ വന്നുപോയ കുറവുകളും ഞങ്ങൾ ഏറ്റുപറയുന്നു.
മുഖാന്തരം നിന്റെ സ്നേഹം എത്ര അല്പമായി മാത്രം മറ്റുള്ളവരെ പകരപ്പെടുവാടിയാക്കുമെന്നത് വിധി കൽപ്പിക്കുന്നതിൽ ഞങ്ങൾ ആലോചനയില്ലാത്തവരും കുറ്റപ്പെടുന്നതിൽ വേഗതയുള്ളവരും ശമിക്കുന്നതിൽ ലുബ്ധരും നിരപ്പാകുന്നതിൽ മന്ദതയുള്ളവരും അയൽക്കാരെ വേണ്ടതുപോലെ സഹായിക്കുവാൻ ഒരുക്കമില്ലാത്തവരും ആകുന്നു നിങ്ങൾ ഏറ്റുപറയുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ ദൈവത്തക്കോണനോട് കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ വൃത്തപ്രകാരം ഞങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ കഴിയന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാവം നീക്കി എന്നെ വെളിപ്പാക്കണമേ. ദൈവമേ, ശുദ്ധമായ ഹൃദയങ്ങൾ സൃഷ്ടിച്ച് പുതിയതും സ്ഥിരമായ ആത്മാവിനെ എനിക്ക് തരണമേ. ആമീൻ. സർവകൃപാലുവായ ദൈവം നിങ്ങളുടെ പാവങ്ങളെ ക്ഷമിച്ച് നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി തിരികെ പ്രകാരം ചെയ്യിപ്പാൻ നിരന്തരം സഹായിക്കുമാറാകട്ടെ. ഇന്നത്തേക്കുള്ള പ്രത്യേകമായ അപേക്ഷ തങ്ങളിലേക്ക് തിരിയുന്നവരെ കൃപയുടെ നിരന്തര പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുന്ന ഉടമ്പടിയുടെ ദൈവമേ, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണാസ്വസ്ഥതയും സ്ഥിത പ്രത്യാശയുറവാക്കുന്നെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിനക്ക് സ്തുതി പാടുവാൻ ദൈവമായിപ്പാൻ നിന്റെ സ്നേഹത്തെ ഞങ്ങളെ പുതുക്കി ഞങ്ങളെ നിന്നെ സ്തുതിയാക്കി രൂപാന്തരപ്പെടുത്തി നിന്നിലേക്ക് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെയും ഞങ്ങൾ പാവങ്ങളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ കൊണ്ട് മരിച്ച ക്രിസ്തുവിൻ്റെയും കാലാവസ്ഥാനം കൂടാതെ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്നേഹത്താൽ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങൾ വായിക്കുന്നു. പഴയ നിയമ വേദഭാഗം ഫസ്റ്റ് ലെസൺ. ദൈവമേ, നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. ഇന്നത്തേക്കുള്ള ആ സങ്കീർത്തനം 136 സങ്കീർത്തനം, സാംസ് 136.
അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഭൂമി വെള്ളത്തിന്മേൽ വിരിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അതുപോലെ സൂര്യനെയും അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. മിസ്രൈമിലെ കടിഞ്ഞുകൊള്ളെ സംഭവിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നീതികുറ്റം കൊണ്ട് തന്നെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അതിൽ നടുവിൽ കൂടി ഇസ്രായേലിനെ നടത്തിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. തൻ്റെ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. എന്നേക്കുള്ളത്. രാജാവായ ഓഗിനെയും അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. തൻ്റെ ദാസനായ ഇസ്രായേലിന് അവകാശമായി തന്നെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ വയലേശ്വരിൽ നിന്ന് നമ്മെ വിടുവിച്ചതിന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്വസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യം ഇപ്പോൾ നിൽക്കുവാൻ തന്നെ. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. രണ്ടാം പാഠം, സെക്കൻഡ് ലെസൺ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയും പ്രശംസിക്കുന്നു. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോടെ നിരപ്പ് വന്നു എങ്കിൽ നിരുന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിന്റെ പ്രശംസിക്കുകയും ചെയ്യുന്നു. ഇവിടെ രണ്ടാം പാഠം അവസാനിച്ചു. ദൈവമേ, നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. Gospel according to St. Luke, chapter 13, verses 1 to 9. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവിടെ യാഗോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. ആ ഗലീലക്കാർ അത് അനുഭവിക്കാൻ എല്ലാ ഗലീലക്കാരും പാവികൾ ആയിരുന്നു നിങ്ങൾക്ക് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല, ശിലോഹാമിലെ ഗൗരം വീണ് മരിച്ചുപോയ
ആ 18 പേർ യെരൂശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ ഈ ഉപമയും പറഞ്ഞു. ഓരോരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരിഞ്ഞു വന്നു കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരിഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിന് വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിനവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ചു, വളമിടുവോളം ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചില്ലെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ക്രിസ്തുവെ അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. കീർത്തന 232, ഹിൻ നമ്പർ 232.
പ്രാർത്ഥിക്കാം. അളവിലധികമായി ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ബലഹീനരായ അടിയങ്ങളെ ശക്തീകരിച്ചതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അതിനെ വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കോവിഡ് കാലഘട്ടത്തിൽ ആലയത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുന്നില്ല എങ്കിലും ഭവനങ്ങളിൽ നിന്ന് ആരാധന സംബന്ധിക്കുന്ന പ്രിയ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അല്പസമയം തിരുവചനം ധ്യാനിക്കുമ്പോൾ സ്വർഗീയ ആലോചനകളെ ധന്യമാക്കണമേ. കർത്താവേ, ഞങ്ങളോടുകൂടി ഇരിക്കണമേ. വചനം ശുശ്രൂഷിക്കുന്ന അടിയനെയും വചനം സ്വീകരിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളെയും ഒരുപോലെ അനുഗ്രഹിക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ വർഷത്തിൽ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഇതോടൊപ്പം തന്നെ ഭവനത്തിൽ ഇരുന്ന് ആരാധനയിൽ സംബന്ധിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന എല്ലാവരുള്ള നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. മധ്യകേരള മഹാ ഇടവക ഈ വർഷം സൗഖ്യത്തിൻ്റെ വർഷമായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. ഇയർ ഓഫ് ഹീലിംഗ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കുറിവാക്യം മോട്ടോ ഇരിമ്യാ പ്രവാചകന്റെ പുസ്തകം 33 അധ്യായം അതിൻ്റെ 6 വാക്യമാണ്. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. I will bring health and healing to it. I will heal my people and will let them enjoy abundant peace and security. വിശുദ്ധ വേദോസം പരിശോധിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 15 അധ്യായം 26 വാക്യത്തിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു. യഹോവ ഓഹി. 103 സങ്കീർത്തനം 3 വാക്യത്തിൽ യഹോവ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. 2021 ആണ്ട് സഭയായി നാം വേർതിരിച്ചിരിക്കുന്നത് ഇയർ ഓഫ് ഹീലിംഗ് ആണ്, സൗഖ്യത്തിൻ്റെ വർഷം എന്നുള്ളതാണ്. ഒരുപക്ഷേ COVID-19 കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇപ്രകാരം ഒരു ചിന്ത തിരഞ്ഞെടുത്തത്. എന്തു തന്നെയാണെങ്കിലും നമുക്ക് ഈ ചിന്തയുമായിട്ട് മുന്നോട്ട് ഈ വർഷക്കാലം ഒരുമിച്ച് പോകേണ്ടതായിട്ടുണ്ട്. ശാരീരികവും മാനസികവും ആത്മീയവും സ്വസ്ഥതയും സൗഖ്യവും ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും തന്നെ. നമ്മുടെ ജീവിതത്തിൽ ശാരീരികമായ സൗഖ്യം വേണം, മാനസികമായ സൗഖ്യം വേണം, ആത്മീയമായ സൗഖ്യം വേണം. അതിലൊരു സ്വസ്ഥതയോടെ സമാധാനത്തോടെ ആയിരിക്കണം. ശാരീരിക രോഗങ്ങളാണ് നമ്മെ ഏറ്റവും ഭയപ്പെടുത്തുന്നതും ഭീഷണിപ്പെടുത്തുന്നതും. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ കൊച്ചമ്മയോടൊപ്പം ഹോസ്പിറ്റലിൽ ചെലവഴിച്ച ഒരു വ്യക്തി നിലയിൽ ഒരു ഹോസ്പിറ്റലിന്റെ വാർഡുകളിൽ കൂടി കടന്നു പോകുമ്പോഴാണ് രോഗത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളും കാഠിന്യവും നമുക്ക് ബോധ്യമാകുന്നത്. ചില മാരകമായ രോഗങ്ങൾ നമ്മെ ഏറ്റവും ഭയപ്പെടുത്തുന്നവയാണ്. അവയ്ക്ക് കൊലയാളി രോഗങ്ങളെന്നും പറയാറുണ്ട്. കില്ലർ ഡിസീസ് എന്ന പേര് തന്നെ കൊടുത്തിട്ടുണ്ട്.
വൈദ്യശാസ്ത്രം ഇന്ന് അത്ഭുതപൂർവമായ പുരോഗതിയും നേട്ടം കൈവരിച്ചിട്ടുണ്ടെങ്കിലും ശാസ്ത്രത്തിൻ്റെ പിടിയിൽ അമരാത ചില രോഗങ്ങൾ മനുഷ്യരാശിയുടെ മേൽ ഭീഷണി മുഴക്കി നിലകൊള്ളുന്നതായ ഒരു കാലഘട്ടമാണ് ഇത്. ഈ ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ നിസ്സഹായനായി നോക്കി നിൽക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രവാചകനായിരിക്കുന്ന യിരെമ്യ പറയുന്നത്, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. രോഗവും കഷ്ടതയും മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നില്ല. മനുഷ്യൻ ആരോഗ്യത്തോടും സന്തോഷത്തോടും സൗഖ്യത്തോടും ജീവിക്കണമെന്നതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി, ഗോഡ്സ് പ്ലാൻ. എന്നാൽ ഏദൻ പർദീസായിലെ ജീവിതം അത്തരത്തിലുള്ളതായ നന്മ നിറഞ്ഞ ജീവിതമായിരുന്നു. എപ്പോൾ മനുഷ്യൻ കൽപ്പന ലംഘിച്ചുവോ, പാവം ചെയ്തപ്പോൾ അതിൻ്റെ ഫലമായി കടന്നു വന്നതാണ് രോഗവും കഷ്ടതയും. കൽപ്പന ലംഘിച്ച മനുഷ്യനോട് ദൈവം പറയുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17 മുതൽ 19 വരെ വാക്യങ്ങൾ പഠിക്കുമ്പോൾ, നിന്റെ നിമിത്തം ഭൂമി ശവിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോട് അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും, നിലത്ത് നിന്ന് തന്നെ നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്ത് വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. ആദാമിൻ്റെ പങ്കാളിയായ ഹവയോടും ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ രോഗം കഷ്ടതയും പാപത്തിൻ്റെ ഫലമായി കടന്നു വന്നതാണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. എന്നാൽ യേശുവിൻ്റെ മനുഷ്യാവതാര പ്രവർത്തനത്തിൽ രോഗികൾക്ക് സൗഖ്യം നൽകുക എന്നുള്ളത് മുഖ്യമായ വിഷയമായിരുന്നു. യേശു ക്രിസ്തുവിലൂടെ ദൈവരാജ്യം സ്ഥാപിതമാകുമ്പോൾ സംഭവിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകന്മാർ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. പ്രവചന പുസ്തകങ്ങളൊക്കെയും പഠിക്കുമ്പോൾ, വിശേഷിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയില്ല, അന്ന് മുടന്തന്മാർ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവ് ഉല്ലസിച്ച് ഘോഷിക്കും. യേശു ക്രിസ്തുവിലെ സമാഗതമായിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ അനുഭവമാണ് പ്രവാചകൻ പ്രസ്താവിച്ചത്. ദൈവരാജ്യം സമാഗതമായി എന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ് യേശു ചെയ്ത വിവിധ തരത്തിലുള്ളതായ രോഗസൗഖ്യങ്ങൾ. ഈ പശ്ചാത്തലത്തിൽ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ നാം വിലയിരുത്തണം. അവിടെ 3 കാര്യങ്ങളാണ് തൻ്റെ ശുശ്രൂഷയിൽ ഉൾക്കൊണ്ടിരുന്നത്. 1 പ്രഘോഷണം, 2 പ്രബോധനം, 3 സൗഖ്യദായകം. ഇംഗ്ലീഷിൽ അതിൻ്റെ പ്രീച്ചിങ്, ടീച്ചിങ് ആൻഡ് ഹീലിംഗ് എന്ന് പറയാറുണ്ട്. മത്തായി സുവിശേഷം 4-ാം അധ്യായം 21-ാം വാക്യത്തിൽ യേശു ഗലീലിൽ ഒക്കെയും സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന് സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. മത്തായി സുവിശേഷം 8-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, യേശു ഏതെല്ലാം തരത്തിൽ രോഗികളെ സുഖപ്പെടുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സകല രോഗികളെയും യേശു സുഖപ്പെടുത്തി, സകല രോഗികൾക്കും സൗഖ്യം വരുത്തി. അവിടെ പറഞ്ഞിരിക്കുന്നത് ഹി ഹീൽഡ് ഓൾ ഹു വെയർ സിക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്, സകല രോഗികളെ സൗഖ്യപ്പെടുത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. 3 തരത്തിലുള്ളവരായ രോഗികൾ യേശുവിൽ നിന്ന് സൗഖ്യം ലഭിച്ചതായിട്ട് വിശുദ്ധ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 1 ഭൂതഗ്രസ്ത. സമവീക്ഷണ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ അനേകം ഭൂതഗ്രസ്തരായ രോഗികളെ
യേശു സൗഖ്യമാക്കിയതിൻ്റെ വിശദീകരണം കാണാം. ആ കാലത്ത് പല രോഗങ്ങൾക്ക് കാരണം ഭൂതബാധയാണെന്നുള്ളതായ വിശ്വാസ പ്രബലമായിരുന്നു. ശാസ്ത്രം വളരെ പുരോഗതി പ്രാപിച്ച ഈ കാലത്തും ഭൂതപ്രവാദികളിൽ വിശ്വാസമുള്ള പലരും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് വൈദ്യശാസ്ത്രവും പ്രത്യേകിച്ച് മനഃശാസ്ത്രവും വളരെയധികം പുരോഗതി ആർജിച്ചതായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ പലരും മാനസിക വൈകല്യം മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകളാണെന്ന് വിലയിരുത്തപ്പെടുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, പൈശാചിക ശക്തികൾ ഇല്ലെന്നോ അവയുടെ ഉദരമില്ലെന്നോ പൂർണ്ണമായി നിഷേധിച്ചുകൂടാ. മാനസികമായ അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഞാൻ നിങ്ങളും സഹിക്കുന്നത്. എന്നാൽ നമുക്ക് പ്രത്യാശ നൽകുന്ന ഒന്ന്, യേശു ക്രിസ്തു പൈശാചിക ശക്തികളെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും കർത്താവിന് നൽകപ്പെട്ടിരിക്കുന്നത്. രണ്ടാമതായി ചിന്തിക്കുമ്പോൾ കുറ്റബോധം കൊണ്ടും മാനസിക സംഘർഷ നിമിത്തവും ഉണ്ടാകുന്ന രോഗങ്ങൾ നിരവധിയാണ്. പല ശാരീരിക രോഗങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും കാരണം മാനസിക പിരിമുറുക്കങ്ങളും ആത്മീയ തലത്തിലുള്ളതായ കുറ്റബോധമാണ്. ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്ന പല ഡോക്ടർമാരും പറയുന്നൊരു കാര്യം, പല രോഗങ്ങൾക്കും കാരണം മാനസിക സംഘർഷവും ആകുലതയുമാണ്, ആൻസൈറ്റിയാണ്. അടുത്ത കാലത്ത് ഡോക്ടേഴ്സ് ജേണൽ എന്ന കൃതിയിൽ അക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അനവധി സംഭവങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരിക്കൽ വിട്ടുമാറാത്ത പനിയും വിശപ്പില്ലായ്മയും സന്ധിവേദനയുമായി ആശുപത്രിയിലെത്തിയ ഒരു രോഗി അയാളുടെ രോഗനിലയത്തിലുള്ളതായി പരിശോധന ഒന്നൊന്നായി നടത്തപ്പെട്ടു. മരുന്നുകൾ മാറി മാറി പരീക്ഷിച്ചു. രോഗിയുടെ അവസ്ഥ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു. എന്നാൽ ഒരു ഞായറാഴ്ച വൈകിട്ട് രോഗിയെ പരിശോധിച്ച ഡോക്ടർക്ക് ഒരു വലിയ മാറ്റം ആ രോഗിയിൽ കാണുവാൻ കഴിഞ്ഞു. പനി വിട്ടുമാറി, വേദനകൾക്ക് ശമനമുണ്ട്, പ്രസന്ന മുഖത്തോടെ രോഗി കാണപ്പെട്ടു. ഈ മാറ്റങ്ങൾക്ക് കാരണം എന്തായിരിക്കുമെന്ന് അന്വേഷിച്ചപ്പോൾ രോഗി വെളിപ്പെടുത്തിയത്, അന്ന് രാവിലെ രോഗിയുടെ സഹോദരൻ ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്നു. ദീർഘനാളായി പരസ്പരം കാണാതെയും സംസാരിക്കാതെയും കടുത്ത ശത്രുതയിൽ കഴിയുകയായിരുന്നു ഈ സഹോദരങ്ങൾ. വസ്തുസംബന്ധമായ ഒരു കാര്യമായിരുന്നു ഈ ശത്രുതയ്ക്ക് കാരണം. എന്നാൽ അനുജന്റെ അവസ്ഥ വളരെ മോശമാണെന്നറിഞ്ഞ് കാണാൻ ആശുപത്രിയിൽ എത്തിയതായിരുന്നു സഹോദരൻ. വളരെ അവശനായി കഴിയുന്ന സഹോദരനെ കണ്ണു നിറഞ്ഞ് അവന്റെ അടുക്കലിരുന്ന് കരങ്ങൾ പിടിച്ച് സ്നേഹവായ്പോടെ സംസാരിച്ചു. ഇരുവരും കരഞ്ഞു, തെറ്റുകൾക്ക് മാപ്പപേക്ഷിച്ചു. വളരെ കൃത്യമായ ഒരു അനുഭവമാണ്. അങ്ങനെ അവർ തമ്മിലുള്ള വിദ്വേഷവും വൈരാഗ്യവും ഹൃദയത്തിൽ നിന്ന് മാറിയപ്പോൾ അതിൻ്റെ പ്രതിഫലനം ശാരീരിക തലത്തിലും അനുഭവപ്പെട്ടു. അതാണ് ഡോക്ടറെ ആശ്ചര്യപ്പെടുത്തിയ ഈ മാറ്റത്തിന് കാരണം. നമുക്കറിയാം, തളർവാദ രോഗിയെ കർത്താവ് സൗഖ്യപ്പെടുത്തിയപ്പോൾ ആദ്യം കർത്താവ് അവൻ്റെ പാവങ്ങൾക്ക് മോചനം നൽകിയത്. ആന്തരിക സൗഖ്യം വരുത്തിയ ശേഷമാണ് ശാരീരിക സൗഖ്യം നൽകിയത്. നാം ഇന്ന് വിശുദ്ധ ആലയത്തിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ആന്തരിക സൗഖ്യം ഉണ്ടാകണം. ആന്തരികമായിട്ടുള്ള സൗഖ്യം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ശാരീരിക സൗഖ്യം ഈ വർഷക്കാലം നമുക്ക് ലഭ്യമായി തീരും. കുറ്റബോധം അതിൻ്റെ പിമ്പിലുള്ള പാവപ്രവൃത്തിയും ദാവീദിനെ പോലും അസ്വസ്ഥനാക്കിയതായിട്ട് നമ്മൾ സങ്കീർത്തന വേദഭാഗങ്ങൾ വായിക്കുന്നുണ്ടല്ലേ. സങ്കീർത്തനം 33-ന്റെ 2-3 വാക്യങ്ങളിൽ, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ
നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി എന്ന് ദാവീദ് പറയുന്നുണ്ട്. എൻ്റെ മറ്റ് വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. പലർക്കും മാറാത്ത തലവേദന, സന്ധിവേദന, നെഞ്ചിരിച്ചിൽ, വയറ്റുവേദന, ഇങ്ങനെ പല രോഗങ്ങളെക്കുറിച്ചും ഭീതിയിലാണ്. അവർ പരാതിപ്പെട്ട് അവരുടെ കാരണം മിക്കപ്പോഴും മാനസികമായി പിരിമുറുക്കമോ കുറ്റബോധമോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആകാം. നാം ഒന്ന് ഉറച്ച് ചിന്തിച്ചാൽ മാത്രമേ അത് കണ്ടുപിടിക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രശസ്തനായ ഒരു സൈക്യാട്രിസ്റ്റ് ഒരു ആത്മീയ പ്രഭാഷകനെ പരാമർശിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ രോഗികളെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് എപ്പോഴും അയക്കും, കാരണം അത് ഈ പാപമോചനത്തെക്കുറിച്ചുള്ള സന്ദേശം നൽകുന്നു. I always send my patient to hear him because he preaches the doctrine of the forgiveness of sin. നമ്മുടെ ആകുലതകൾ മാറണമെങ്കിൽ, വേദനകൾ മാറണമെങ്കിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാവബോധം ഉണ്ടാകണം. മൂന്നാമതായി നമ്മൾ ചിന്തിക്കുമ്പോൾ ശാരീരിക കാരണങ്ങൾ കൊണ്ടുള്ള രോഗങ്ങളാണ് മൂന്നാമത്തെ ഗണത്തിൽപ്പെട്ടത്. വിശുദ്ധ വേദോക്തത്തിലൂടെ ചിന്തിക്കുമ്പോൾ പനി, കുഷ്ഠരോഗം, അന്ധത, ബധിരത മുതലായ രോഗങ്ങൾ അണുബാധ കൊണ്ടും മറ്റുമാണ് ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന് ശുചിത്വമില്ലായ്മ, ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള അജ്ഞത തുടങ്ങിയ കാരണങ്ങളും പ്രകൃതിയിൽ തന്നെ അതിൻ്റെ മാറ്റങ്ങളും രോഗങ്ങൾക്ക് കാരണമായിട്ടുണ്ടാകും. അവിടെ മേൽ വിവരിച്ച വിശദീകരണങ്ങളിൽ നിന്നും ഏതെല്ലാം തരത്തിലുള്ളതായ രോഗങ്ങളാണ് മനുഷ്യനെ അലട്ടുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. എന്നാൽ വിശുദ്ധ വേദോക്തം പഠിക്കുമ്പോൾ യേശു അവ എല്ലാറ്റിനെയും ശാസിച്ച് സൗഖ്യമാക്കുവാൻ മനസ്സും കഴിവുള്ളവനുമായിരുന്നു. സുവിശേഷം വ്യക്തമാക്കുന്നതായ ഒരു ചിന്തയുണ്ട്: യഹോവ റാഫി, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് മാത്രമേ നന്ദിയോടെ പറയാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷക്കാലം പല രോഗാക്ഷീണാവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നുപോയത്, അല്ല ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ നിങ്ങളെ സൗഖ്യമാക്കുന്നതായ ഒരു കർത്താവുണ്ട്. രോഗസൗഖ്യം വേണമായി രണ്ട് പ്രധാന കാരണങ്ങളാണ്. അതോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഒന്ന് മറ്റൊന്നിനെ ബലപ്പെടുത്തുകയും ഫലപ്രദമാക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്ന് വിശ്വാസം, ഫെയ്ത്ത്. രണ്ട് പ്രാർത്ഥന, പ്രയർ. വിശ്വാസമാണ് പ്രാർത്ഥനയിലേക്ക് നയിക്കുന്നത്. പ്രാർത്ഥന ഫലപ്രദവും വിജയകരവുമാകുന്നത് വിശ്വാസം ഉയരുമ്പോഴാണ്. വിശ്വാസത്തെക്കുറിച്ച് നമുക്കറിയാം. രോഗസൗഖ്യത്തിന് വിശ്വാസം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് കർത്താവ് തന്നെ നമ്മൾ വെളിപ്പെടുത്തിയതായ സാഹചര്യമുണ്ട്. ഒരു രോഗിയോട് കർത്താവ് പറയുന്നുണ്ട്, സൗഖ്യമാക്കിയ ശേഷമാണ് പറയുന്നത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ചികിത്സാരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അക്രൈസ്തവനായ ഒരു ഡോക്ടർ അടുത്ത കാലത്ത് ഒരു ലേഖനത്തിൽ സുഖപ്രാപ്തിക്ക് വിശ്വാസം വലിയ പങ്കുണ്ടെന്ന് പ്രസ്താവിക്കുകയുണ്ടായി. അദ്ദേഹം വെളിപ്പെടുത്തിയത് രോഗിക്ക് ഡോക്ടറിലുള്ളതായ വിശ്വാസവും ഈശ്വരവിശ്വാസം ഏറെ സഹായകരമാണ്, എന്നാൽ സൗഖ്യം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ അദ്ദേഹം ചില ബോധ്യപ്പെടുത്തലുകളൊക്കെയും അവിടെ വിവരിക്കുകയുണ്ടായി. വിശ്വാസത്തിൻ്റെ ഒരു ശേഷ സാക്ഷ്യം ശ്രദ്ധിക്കുക. ഇപ്രകാരമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്: ഫാനി എന്ന 52കാരി നട്ടലിന് കാലുകൾക്കും തീവ്രമായ വേദന മൂലം പല ഡോക്ടർമാരെയും സമീപിച്ചു. വിശദവും വിദഗ്ധവുമായ പരിശോധനകൾക്ക് അവൾ വിധേയായി. അവസാനം കണ്ടെത്തി അവൾക്ക് മൾട്ടിപ്പിൾ മയലോമ, അതായത് അസ്ഥിക്ക് ക്യാൻസർ ആണെന്ന്. ഈ രോഗം ബാധിച്ചാൽ മാസങ്ങൾക്കുള്ളിൽ, ചിലപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ മരണം ഉറപ്പാണ്. ചികിത്സയ്ക്ക് ഡോക്ടർ സ്റ്റെയിൻബർഗ് പറഞ്ഞു, രോഗത്തിൻ്റെ പൂർണ്ണ വിവരം ഫാനിയെ ധരിപ്പിച്ചു, നിങ്ങൾ ഇനിയും അധികം നാൾ ജീവിച്ചിരിക്കുകയില്ല. അവൾ പറഞ്ഞു, ദൈവം എന്നെ ഇതിൽ നോക്കിക്കൊള്ളും. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ സദൃശവാക്കിൽ ഒരു വാക്ക് എന്നെ സ്പർശിച്ചു: പൂർണ്ണ ഹൃദയത്തോട് നീ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക,
അവിടെ നിന്റെ പാതകളെ അവൻ നയിക്കും. രോഗത്തിൻ്റെ മാരക അവസ്ഥ ഒരുപക്ഷെ അവൾ നേരാവണ്ണം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്ന് ഡോക്ടർ കരുതി. മറ്റൊരു വാക്യം കൂടി ഉദ്ധരിച്ചപ്പോൾ ഡോക്ടർ അത്ഭുതപ്പെട്ടു പോയി എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്രകാരം എഴുതി, അത് നിന്റെ അസ്ഥികൾക്ക് മജ്ജ എന്ന പോലെ ഇരിക്കും. ഇതുകൊണ്ടാണ് കർത്താവ് എന്നെ നോക്കിക്കൊള്ളും എന്ന് ഞാൻ പ്രസ്താവിച്ചു എന്ന് അവൾ ഡോക്ടറോട് കൂട്ടിച്ചേർത്തു. 1-2 വർഷത്തിലധികം ജീവിതം പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ദൈവം അനുവദിക്കുന്നിടത്തോളം കാലം ഞാൻ ജീവിക്കുമെന്നായിരുന്നു മറുപടി. അതിനുശേഷം 20 വർഷം അവൾ പിന്നിട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുക. തികച്ച രോഗത്തെയായിട്ട് അവൾ തൻ്റെ സാക്ഷ്യം അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കൂടിയിരുന്ന പ്രയർ മീറ്റിംഗിൽ അവൾ പറഞ്ഞു, കീഴ്പ്പെടാത്ത ഈ മാരരോഗത്തെ നിങ്ങൾ എങ്ങനെ കീഴ്പ്പെടുത്തി എന്നൊരു യുവ ഡോക്ടർ ചോദിച്ചപ്പോൾ പറഞ്ഞു, അവളുടെ മറുപടി ലളിതമായിരുന്നു, വിശ്വാസത്താലും പ്രാർത്ഥനയാലും ഇത് സാധിച്ചു. അത് മാത്രമേ എനിക്കറിയാവുള്ളൂ. ഈ വർഷം സൗഖ്യദായി വർഷമായിട്ട് നാം വേർതിരിക്കുമ്പോൾ നമുക്ക് വേണ്ടത് വിശ്വാസവും പ്രാർത്ഥനയാണ്. ഭാനിയുടെ സാക്ഷ്യത്തെപ്പറ്റി അഭിപ്രായം അറിഞ്ഞവർ ഡോക്ടർ സ്റ്റെയിൻബർഗ് പറഞ്ഞ ചിന്തയുണ്ട്. ഉറച്ച വിശ്വാസവും ആത്മീയ തീക്ഷ്ണതയുമുള്ള പല രോഗികളിലും വൈദ്യശാസ്ത്രം പലപ്പോഴും തോറ്റുപോയ സാഹചര്യത്തിൽ കാലത്തിനപ്പുറം ജീവിച്ചതായ ചരിത്രമുണ്ട്. എന്നാൽ അവർ എത്ര കാലം ജീവിച്ചു എന്നല്ല പ്രധാനം, അവരുടെ മനോഭാവത്തിലുണ്ടായ മാറ്റങ്ങളാണ്. അവരുടെ രോഗത്തിലും ചികിത്സയിലും വിശ്വാസം വളരെ സഹായകരമായി തീർന്നിട്ടുണ്ട്. ഈ നാളുകളിൽ വൈദ്യശാസ്ത്രം തോറ്റു പോകുന്നിടത്ത് നമ്മുടെ പ്രാർത്ഥന, വിശ്വാസം നമ്മളെ ധൈര്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിരാശയോ മുറുമുറുപ്പോ കോപമോ അവർക്കില്ല. നേരെ മറിച്ച് ദൈവത്തിൻ്റെ ദൈവമായ പദ്ധതിയുടെ ഒരു ഭാഗമായി രോഗത്തെ കരുതി പ്രത്യാശ ജീവിപ്പാൻ സാധിക്കുന്നു. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിലേക്ക് രോഗാക്ഷീണാവസ്ഥകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെയും ദൈവം നൽകുമ്പോൾ നാം ദൈവത്തോട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. സുഖപ്രാപ്തിക്കുള്ള രണ്ടാമത്തെ മുഖാന്തരമാണ് പ്രാർത്ഥന, പ്രയർ. മത്തായി സുവിശേഷം 17-21 വാക്യത്തിലും മർക്കോസ് 9:23 പറയുന്നുണ്ട്, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന കർത്താവ് പറയുന്നത്. നമ്മുടെ ഇസ്രായേൽ രാജ്യവുമായി ഹിസ്കിയാവിൻ്റെ അനുഭവം നമുക്കറിയാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 7 വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവഴുത്തിൽ ഇപ്രകാരമാണ് പ്രസ്താവിച്ചിട്ടുള്ളത്. ഹിസ്കിയാവിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല. ഹിസ്കിയാവിന് മരിക്കത്തക്കതായ രോഗം രാജാവിന് ബാധിച്ച് അവശനായി കിടക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ കടന്നു ചെന്ന് അറിയിച്ചത് ഹിസ്കിയാവിനോട് പറയുക, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോവും, ശേഷിക്കുകയില്ല. നടുക്കമുളവാക്കുന്ന വാക്കുകളാണ് പ്രവാചകൻ പറഞ്ഞത്. പക്ഷെ ആ രാജാവ് അപ്പോൾ എന്താ ചെയ്തത്? ഹിസ്കിയാവ് മുഖം ചുവരിൽ നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞെന്നാണ് പറഞ്ഞത്. രോഗസൗഖ്യത്തിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് രോഗസൗഖ്യമുണ്ടാകും. ദൈവത്തിൻ്റെ മറുപടി പ്രകാരമായിരുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്നെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. തുടർന്ന് വായിക്കുമ്പോൾ രാജാവിന് സൗഖ്യമുണ്ടായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുക. രോഗിയുടെ പ്രാർത്ഥനയും മറ്റുള്ള പ്രാർത്ഥനയും സുഖപ്രാപ്തിക്ക് നിദാനമാണ്. രോഗാശീന അവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കുക. പുരാതന കാലത്ത് മാത്രമല്ല, ആധുനിക കാലത്തും പ്രാർത്ഥന മൂലം സുഖപ്രാപ്തി ഉണ്ടായിട്ടുള്ള സാക്ഷ്യങ്ങൾ നിരവധിയാണ്. റീഡേഴ്സ് ഡൈജസ്റ്റിൽ വന്ന ഒരു പ്രസിദ്ധമായിട്ടുള്ള മാസികയാണ് നമുക്കറിയാമല്ലോ. ഒരു മെഡിക്കൽ ഡോക്ടറായ ലാറി ഡോസ് എഴുതിയ സാക്ഷി പ്രകാരമാണ്. ശ്വാസകോശത്തിന് ക്യാൻസർ ബാധിച്ച ഒരു രോഗിയുടെ അവസ്ഥ വളരെ ഗുരുതരമായിരുന്നു.
ചികിത്സ കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകില്ല എന്നതായിരുന്നു ഡോക്ടറുടെ നിഗമനം. ആ രോഗിയുടെ കിടക്കയെ സമീപിക്കുമ്പോഴെല്ലാവരും ഡോക്ടർ കാണുന്നത് കുറേ പേർ ചുറ്റും നിന്നുകൊണ്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. ഡോക്ടർ ചിന്തിച്ചു, ഇവരുടെ മരണസമയത്ത് ഇവരെല്ലാം കാണുമല്ലോ, അത് അവർക്ക് ആശ്വാസമായിരിക്കുന്നു. അയാളുടെ മരണസമയത്ത് അവരെല്ലാം ചുറ്റും കാണുന്നത് ആശ്വാസമായിരിക്കും. അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയ ഡോക്ടർക്ക് ഒരു വർഷത്തിന് ശേഷം മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറുടെ ആ പഴയ രോഗിയെ കാണണ്ടേ? ഡോക്ടർ ചോദിച്ചു, അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നോ? അതെ, അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഡോക്ടർക്ക് ആശ്ചര്യമായി. ഉടനെ തന്നെ അദ്ദേഹം ചെയ്യുന്നത് ആ പഴയ രോഗിയുടെ എക്സ്റേ പരിശോധിച്ചു. ശ്വാസകോശത്തിൻ്റെ അതുപോലെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ അപ്രത്യക്ഷമായി കണ്ടു. മരുന്നിന് കാര്യമായിട്ടൊന്നും ചെയ്യുവാൻ സാധിക്കാത്തത് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഡോക്ടർ പഠനം നടത്തി. ഡോക്ടർക്ക് ഒരു അത്ഭുതമായി തീർന്നെന്ന് പറഞ്ഞിരിക്കുന്നത്. മുഖ്യ കാരണം എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഡോക്ടർ ഒരു വിശ്വാസിയായിരുന്നില്ല. ആധുനിക വൈദ്യശാസ്ത്ര നേട്ടത്തിലാണ് അദ്ദേഹം വിശ്വാസം അർപ്പിച്ചത്. നമ്മളെപ്പോഴും ആധുനിക വൈദ്യശാസ്ത്രത്തിലും നമ്മുടെ സമ്പത്തിലൊക്കെയാണ് വിശ്വാസം അർപ്പിക്കുന്നത്. എന്നാൽ ഈ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിട്ട് മാറ്റപ്പെട്ടു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ രോഗികളിൽ പലരും പ്രാർത്ഥനാശക്തിയിൽ വിശ്വസിക്കുന്നവരായിരുന്നു. അവർക്കെല്ലാം കാലക്രമേണ പെട്ടെന്ന് സൗഖ്യം പ്രാപിച്ചു. എന്നാൽ പ്രാർത്ഥന വിശ്വസിക്കാത്തവർക്ക് അനേകം നാളുകൾ രോഗസൗഖ്യത്തിനായിട്ട് വേണ്ടി വന്നു. പ്രിയമുള്ളവരെ, അദ്ദേഹം പിന്നീട് നമുക്കറിയാം, ഡെയിലി 3 പ്രാവശ്യം മരുന്ന് കഴിക്കണം എന്ന് എഴുതി കൊടുക്കുന്ന സ്ഥാനത്ത് ഇംഗ്ലീഷിൽ ഒരു നോട്ടോട് കുറിക്കും, 3 പ്രാവശ്യം പ്രാർത്ഥിക്കുക. അപ്പോൾ രോഗസൗഖ്യം മരുന്നിൽ കൂടെ മാത്രമല്ല, പ്രാർത്ഥനയിൽ കൂടെയും ലഭ്യമായി തീരുമെന്ന് ഡോക്ടർ തൻ്റെ അനുഭവത്തിൽ കൂടെ പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വർഷം നമ്മൾ ഇയർ ഓഫ് ഹീലിംഗ് ആയിട്ട് വേർതിരിക്കുമ്പോൾ സൗഖ്യത്തിൻ്റെ വർഷമാണ്. അവ പ്രാർത്ഥനയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഹൃദ്രോഗം, മുറിവുകൾ മാറാത്ത സന്ധിവേദന തുടങ്ങിയ പല രോഗങ്ങൾക്കും പ്രാർത്ഥന മൂലം സൗഖ്യം പ്രാപിച്ചതായിട്ടുള്ള ജീവിത സാക്ഷ്യങ്ങളുണ്ട്. ഞാൻ വിവരിക്കുന്നില്ല. രോഗികൾക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും വികാരം പ്രകടിക്കപ്പെടുന്നു. സ്നേഹത്തിൻ്റെ ശക്തി അപരിമയമായിട്ടാണ് വിശുദ്ധ വചനം പറയുന്നത്. സ്നേഹത്തിലുള്ള സമീപനം, ആദരവുള്ള വാക്കും രോഗിയുടെ ഹൃദയത്തിൽ ചലനം സൃഷ്ടിക്കുക. സൗഖ്യത്തിലേക്കുള്ള ചാനലുകൾ തന്മൂലം തുറക്കപ്പെടുന്നതാണ്. നമ്മുടെ പ്രാർത്ഥന, സ്നേഹത്തിലൂടെയുള്ള സമീപനം, ആദരവുള്ള വാക്കുകൾ ഒരാളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ള ഇന്ന് ജീവിക്കുന്ന കർത്താവ് സൗഖ്യദാനം തുടരുകയാണ്. വൈദ്യശാസ്ത്രവും മനഃശാസ്ത്രവുമെല്ലാം അവിടുത്തെ ഉപകരണങ്ങൾ തന്നെ. പ്രിയമുള്ളവരെ, എങ്കിൽ പ്രധാനമായ ഉപാധികൾ വിശ്വാസവും പ്രാർത്ഥനയുമാണ്. അതുകൊണ്ട് മധ്യയുള്ള മഹാദേവായിട്ടും നാം ഓരോരുത്തരും ഈ വർഷം സൗഖ്യത്തിൻ്റെ വർഷമായിട്ട് വേർതിരിക്കുമ്പോൾ നാം കൂടുതൽ പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലേക്ക് കടന്നിടുവാൻ സാധിക്കണം. അതുകൊണ്ട് ഇരമ്യാവ് നമ്മളോട് പറയുകയാണ്, ഇപ്രകാരമായിട്ടുള്ള ചിന്തയെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും കലണ്ടർ ഞാൻ നൽകുന്നുണ്ട്. ആ കലണ്ടറിൽ നമ്മുടെ കുറുവാക്യമുണ്ട്, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെ സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. രോഗശാന്തി നൽകുന്ന കർത്താവിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ജീവിപ്പാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനമൊത്തും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നിക്കിയ വിശ്വാസ പ്രമാണം ചേർന്ന് പ്രഖ്യാപിക്കാം. നിക്കിയ വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെ കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായുള്ള സകലദേശകനായ ഏകദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ കർത്താവായ യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകത്തിന്റെ പിതാവിൽ നിന്ന് ജനിക്കപ്പെട്ടവൻ,
ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിക്കപ്പെട്ട ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിന്റെ രക്തമുള്ളവൻ, അവനെ ഉണ്ടായി, അവൻ മനുഷ്യരായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗം ഇറങ്ങി, പരിശുദ്ധാത്മാവിനെ കന്യമലോചിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, അവൻ കഷ്ടപ്പെട്ടു അടക്കപ്പെട്ടു, തിരുവനന്തപുരത്ത് സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെ മരിച്ചു നയിപ്പാൻ മോത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നതിനും പിതാവിന് പുത്രൻ തോന്നുന്നതിനും പിതാവിന് പുത്രൻ നിർമ്മിക്കപ്പെട്ട് മോത്തപ്പെടുന്നതിനും പ്രവാചക പറച്ചിലുമായ വിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. കാതോലിക അപ്പോസ്തലികമായ വിശുദ്ധനെ വിശ്വസിക്കുന്നു. പാപത്തിലെ വ്യത്യസ്തമായി ഞാൻ അനുസരിക്കുന്നു. മരിച്ചവിടെ പുനരുത്ഥാനത്തിലും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമീൻ. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുകയാണ്. ഈ വർഷം സന്തോഷവും സമാധാനവും സ്നേഹവും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. നോട്ടീസായി ചില കാര്യങ്ങൾ അറിയിച്ചു കൊള്ളട്ടെ. നെക്സ്റ്റ് സൺഡേ 9 AM വർഷിപ്പ് ആരംഭിക്കുന്നു. ഹോളി കമ്മ്യൂണിയൻ ഉണ്ടായിരിക്കും. COVID-19 പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും നമ്മുടെ ആരാധന നടത്തപ്പെടുന്നത്. ന്യൂ ഇയർ കവർ ഇന്ന് ആരാധന മധ്യേ സമർപ്പിക്കണം. കഴിഞ്ഞ ആഴ്ച ഫാമിലി സൺഡേ ആയിരുന്നു. ഫാമിലി സൺഡേയുടെ കവർ സമർപ്പിക്കാത്തവരുണ്ടെങ്കിൽ അതോട് കൂട്ടി സമർപ്പിച്ചാലും വിരോധമൊന്നുമില്ല. നമ്മുടെ ആവശ്യങ്ങൾ നിരവധിയാകുന്നുവല്ലോ. കഴിഞ്ഞ വർഷത്തെ സഭ സംബന്ധിച്ചുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും കൊടുത്തു തീർക്കുവാൻ ശ്രമിക്കുന്നത് ഉചിതമായിരിക്കും. അവിടെ നിങ്ങളുടെ ഓഫർട്ടി, ടൈത്ത്, ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, സ്പെഷ്യൽ താങ്ക്സ് ഗിവിംഗ് ഒക്കെയും നമ്മൾ കൊടുക്കാറുണ്ട്. അത് ദൈവമുമ്പാകെ പരസ്പരമുള്ള ഉടമ്പടിയുടെ ഒരനുഭവവും ബന്ധവുമാണ്. കോവിഡ് കാലഘട്ടമായതുകൊണ്ട് പിന്നീട് കൊടുക്കാമെന്ന് ചിന്തിച്ചാൽ അത് സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഈ നാളിലൊക്കെയും മനസ്സിലാക്കിയത് വളരെ ആത്മാർത്ഥതയോടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് തുടർന്നുള്ള ഞായറാഴ്ചകളിൽ നമ്മുടെ ടൈത്ത് വീണ്ടും ക്രമീകരിക്കുക. എല്ലാവരുടെ സഹകരണം ഉണ്ടാകണം. നമ്മൾ ചിന്തിക്കണം, നമ്മോടൊപ്പം സമപ്രായക്കാരായിട്ടുള്ള പ്രിയപ്പെട്ടവരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ സർവശക്തനായ ദൈവം അത്ഭുതകരം അതിശയകരമായിട്ടാണ് ഈ ഭൂമിയുടെ വരപ്പിൽ സാക്ഷ്യമായിട്ട് നമ്മെ നിലനിർത്തിയത്. ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ദൈവിക പ്രവർത്തികൾക്ക് വേണ്ടിയാണ് നാം നൽകുന്നത്. അതുകൊണ്ട് എല്ലാവരുടെ സഹകരണം ഉണ്ടാകണം. നമ്മുടെ സഭാംഗമായ TV വർഗീസ് അങ്കിൾ നിത്യമായ സ്വസ്ഥയിലേക്ക് ചേർക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസം 28-ാം തീയതിയായിരുന്നു. 5:30 AM ആണ് ലോകത്ത് മാറ്റപ്പെട്ടത്. ഫ്യൂണറൽ സർവീസ് അന്ന് തന്നെ 3:30 PM നമ്മുടെ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. അങ്കിളിന് 79 വയസ്സായിരുന്നു. ശാരീരിക ക്ഷീണാവസ്ഥയിലായിരുന്നു. ദൈവം തൻ്റെ സമയമായപ്പോൾ അങ്കിളിനെ വിളിച്ചു ചേർത്തു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ നാം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ദിവസത്തെ വരുമാനം, വേതനമാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നൽകിക്കൊണ്ടിരുന്നത്. കവർ കളക്ഷനായിട്ട് നമ്മൾ സമർപ്പിക്കാറുണ്ട്. കൂടാതെ ലേല സാധനങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി അറിയിക്കുന്നത് ഉചിതമായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് കളക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഈ കോവിഡ് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് കൂടാമെന്ന് ചിന്തിച്ചാൽ നടക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ നമ്മുടെ പ്രോഗ്രാമെല്ലാം നടത്തപ്പെടേണ്ടതായിട്ടുണ്ട്. എല്ലാവരുടെയും സഹായ സഹകരണം ഞാൻ ആവശ്യപ്പെടുക.
നമ്മുടെ ദേവാലയ നിർമ്മാണം പ്രവർത്തനം ഭംഗിയായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നുവല്ലോ. ഫൗണ്ടേഷൻ വിറ്റ് കഴിഞ്ഞു. ഏതാണ്ട് 55 പില്ലറാണ് ഉണ്ടായിരുന്നത്. അത് PCC വർക്ക് 49 പോയിന്റ് കഴിഞ്ഞിരിക്കുകയാണ്. RCC ആൻഡ് പ്ലാസ്റ്ററിംഗ് ആൻഡ് സ്റ്റീൽ സ്ട്രക്ചറിലേക്ക് 23 കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഭംഗിയായിട്ട് നമ്മുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനം കൊണ്ടുപോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ ആവശ്യപ്പെടുകയാണ്. ബോർവെല്ലിൻ്റെ അനുമതി നമുക്ക് ലഭ്യമായി അതുകൊണ്ടുള്ള ബന്ധപ്പെട്ട മേഖലകളിൽ നമ്മൾ പോയി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ, ഇനി നമുക്ക് വേണ്ടത് ഒരു ചെയിൻ പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന ദൈവമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ്. രണ്ടുപേര്, ഒരാൾ 5 മണി സമയം പറഞ്ഞു, ഒരാൾ വൈകുന്നേരം 6 മണി സമയം പറഞ്ഞു, 10 മണി സമയം, എത്രയായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയം. അത് നമ്മളിങ്ങനെ വാട്സപ്പിലിട്ട് അതനുസരിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ കുറവ് ഒത്തിരിയുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ പ്രാർത്ഥനയ്ക്ക് കുറവ് കാണിച്ചുവെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്തോ നടക്കുന്ന സമയത്തോ എപ്പോൾ വേണം പ്രാർത്ഥിച്ചോ, കുഴപ്പമില്ല. പക്ഷെ പ്രാർത്ഥനയായിരിക്കണമെന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അപ്പം സൗഖ്യത്തിൻ്റെ വർഷം കൂടി ആയതുകൊണ്ട് മാനസികമായി ശാരീരികമായി നാം സ്വസ്ഥത അനുഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രാർത്ഥന ആവശ്യമാണ്. അപ്പോൾ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഈ നാളുകളിൽ ഇതിനുവേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട നന്ദിസ്നേഹം അറിയിക്കുക. സ്നേഹമുള്ള ബോബി ജോൺ അങ്കിളുണ്ട്. കഴിഞ്ഞ ദിവസവും ഞങ്ങൾ വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി പോവുകയുണ്ടായി. ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ആഗ്രഹമാണ്, നമ്മുടെ ചിരകാല അഭിലാഷമാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം നമ്മുടേതല്ലാത്ത വിഹിതം മറ്റ് സുഹൃത്തുക്കളിൽ നിന്ന് അതുപോലെ മറ്റ് മേഖലയിൽ നിന്ന് ദേവാലയ നിർമ്മാണത്തിൽ കണ്ടെത്തുന്നുവെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ്. സ്നേഹമുള്ള നീന സൈബാള് വളരെ ആത്മാർത്ഥതയോട് ഈ നാളുകളിൽ അതിനുള്ള ശ്രമം ചെയ്തുകൊണ്ടിരിക്കുക. നീന ഒന്ന് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു 50,000 രൂപയോളം ഇതിനകം കവച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുക അഡീഷണലായിട്ട്. അപ്പോൾ അതെല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കണം. സത്യത്തിൽ ഇന്ന് ഞാൻ ആരെക്കുറിച്ച് എന്നോട് ഓഫറൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ വളരെ ഭാരപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് ഷാജിമോൻ തോമസ് പറഞ്ഞത്, അച്ഛാ ഞാനും എൻ്റെ ഫാമിലിയും 3 ലക്ഷം രൂപയും ഒരു പ്രൊജക്ടറും നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. ഷാജിമോൻ തോമസ് ഇന്ന് ആരാൻ സംബന്ധിച്ച് ഒരു ക്ലാപ്പ് കൊടുത്തേട്ടെ. ഞാൻ പറഞ്ഞത് എല്ലാവരുടെ സഹകരണം ഉണ്ടെങ്കിൽ നാം ആഗ്രഹിക്കുന്ന വിധത്തിലൊക്കെയും ഇത് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ഞായറാഴ്ച ഈവനിങ്ങിൽ എൻ്റെ സഹകരണയാക്കി നിങ്ങളുടെ കൊച്ചമ്മ ആസ്മയുടെ ഭാരത്താൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. വളരെ വേദനയുടെ നിമിഷങ്ങളാണ്. പെട്ടെന്ന് ഭാവമാധ്യമങ്ങളെ വിളിച്ചപ്പോൾ ഭാവമാധ്യമങ്ങൾ വന്നു, ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. നമുക്കറിയാം ഈ കാലഘട്ടത്തിലൊക്കെയും കോവിഡിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആദ്യം ഏത് ഹോസ്പിറ്റലിൽ ചെന്നാൽ കോവിഡിന് ടെസ്റ്റ് നടത്തിയ ശേഷമേ അവരെടുക്കുകയുള്ളൂ. കോവിഡ് ടെസ്റ്റ് നടത്തിയെങ്കിലും കോവിഡില്ല, അവിടെ അഡ്മിഷൻ ലഭിച്ചു. നമുക്കറിയാം ഈ തണുപ്പ് വർദ്ധിച്ചതുകൊണ്ട് പലതരം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്. ആ സമയത്ത് തന്നെ സ്നേഹമുള്ള കോശി ഓടിയെത്തി. കമ്മിറ്റി അംഗങ്ങളൊക്കെ ഫോണിൽ കൂടെ വിളിച്ച് വിശേഷമൊക്കെ അറിഞ്ഞു. ഞങ്ങൾ ധൈര്യപ്പെടുത്തി എല്ലാ പ്രിയപ്പെട്ടുള്ള നന്ദി സ്നേഹം അറിയിക്കുക. ഈ സമയത്തൊക്കെയും മോന് വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. എന്നാൽ ഓരോ സന്ധ്യയാകും തോറും ഞങ്ങൾക്ക് പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ആ സമയത്ത് ബോബി ജോൺ അങ്കിളെ വിളിച്ചു പറഞ്ഞു, അങ്കിള് വന്ന് മോനെ കൂട്ടിക്കൊണ്ടുപോയി 3 ദിവസക്കാലം. ബോബി ജോൺ അങ്കിളും പ്രതിഭാൻ്റെയും അവരുടെ മക്കളെ നോക്കുന്ന പോലെ എൻ്റെ മോനെ നോക്കി. അതുപോലെ കമ്മിറ്റി അംഗങ്ങളും അനേകരെ വിളിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. ഞാൻ ഇന്ന് ഈ വർഷം സൗഖ്യത്തിൻ്റെ വർഷമായപ്പോൾ എൻ്റെ ഈ ചിന്ത പലതും മനസ്സിൽ കൂടി കടന്നു പോകുന്നു. ഞങ്ങൾ
ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ഏതാണ്ട് 2 ഡെത്താണ് ഞാൻ കണ്ടത് കണ്ണിൽ. പെട്ടെന്ന് വന്ന് അപ്പോൾ ഞാനത് ചിന്തിക്കുകയായിരുന്നു, മനുഷ്യൻ്റെ അവസ്ഥ എത്രപ്പോഴാണ്. ഈ വർഷം സൗഖ്യദായ വർഷമായിട്ട് വേർതിരിക്കുമ്പോൾ പ്രാർത്ഥന ഒരു അനിവാര്യ ഘടകമാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. പല ബുദ്ധിമുട്ടുകളുടെ മധ്യേ നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുശേഷം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ കൊച്ചമ്മ വിളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ബാബുവിൻ്റെ ഞങ്ങൾ മോനം കൊണ്ടുവന്നു. പെട്ടെന്ന് പിന്നെയും ആസ്മ കൂടിയുണ്ടായി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു. ഞാൻ അടുത്തുള്ള രക്ഷകർ ഒരു ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. അവിടെ ചെന്ന് പറയുമ്പോൾ ഒരു കോവിഡ് ടെസ്റ്റ് നടത്താതെ അപ്പോൾ ഞങ്ങളുടെ ഫയലൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ എന്ത് ചെയ്യാൻ, ദൈവത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഒരു മറ്റ് സഭയുള്ള ഒരാൾ ഓടിയെത്തി, ഒരു പയ്യൻ, ഒരു ബന്ധുക്കോസ് വിശ്വാസിയാണ്. ഉടനെ തന്നെ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ബുദ്ധി വന്നു, നെബുലൈസ് ചെയ്യാനുള്ള മിഷൻ മേടിക്കുക, നെബുലൈസ് ചെയ്യുക. അങ്ങനെ ആ രാത്രി പ്രാർത്ഥനയുടെ കഴിഞ്ഞുകൂടി ഇപ്പം ദൈവകൃപയാൽ വളരെ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ ധൈര്യപ്പെടുത്തി എല്ലാ പ്രിയപ്പെട്ടുള്ള നന്ദി സ്നേഹിക്കുക. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടിരിക്കുന്ന ഡോക്ടർ റീന ഡോക്ടറിനോടാണ്, മറ്റൊന്ന് ചെറിയാൻ ഡോക്ടറും പുഷ്പാൻറ്റിയോടാണ്. ഞങ്ങളുടെ വേദനകളിൽ ഞങ്ങളൊപ്പം എല്ലാ പ്രിയപ്പെട്ടുള്ള നന്ദി സ്നേഹിക്കുക. ഞാൻ പറഞ്ഞു, ചില ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മൾ പലതും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ സ്നേഹാർദ്രമായിട്ടുള്ള സമീപനം, കരുതൽ, ആദ്യമുള്ള വാക്കുകൾ ഒരാൾ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നത്. എല്ലാ പ്രിയപ്പെട്ടുള്ള നന്ദി സ്നേഹം ഞാൻ അറിയിക്കുക. വാക്കുകൾ കൊണ്ട് പലരും വിളിച്ചു ചോദിച്ചു, മെസ്സേജ് അയച്ചു. അതുകൊണ്ട് ഈ ഒരു കൂട്ടായ്മ ഫെലോഷിപ്പ് നമുക്ക് തുറന്നുണ്ടാകണം. ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിലാണ് ദൈവം നമുക്ക് തുണയായിട്ട് പലരെ അയക്കുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഉള്ള നന്ദി സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. ആരെങ്കിലും പേര് വിട്ടുകൊണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ 2021 കുറച്ചുകൂടെ ആത്മാർത്ഥതയോടെ ശ്രദ്ധയോടെ നമ്മോട്ട് പോകണം. നമ്മുടെ കരോൾ വിർച്വൽ റൗണ്ട്സ് നല്ലതായിട്ട് നടന്നു. സഹകരിച്ച് എല്ലാവരോടും നന്ദി സ്നേഹം അറിയിക്കുക. പലരും സംശയത്തോടെ കണ്ടുവെങ്കിലും 69,000 നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അനേകർ ഇനിയും സാമ്പത്തികമായി സഹകരിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ ഈ ലഭിക്കുന്ന തുക നമ്മുടെ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഞാൻ ആവശ്യപ്പെടുക. ഇത്രയും കാര്യങ്ങളാണ് നോട്ടീസായി പറയാനുള്ളത്. ഈ നാളിൽ എല്ലാവരും സഹകരിക്കുക. നമ്മൾ ഒന്നിച്ചുള്ളതായ സഹകരണ പ്രവർത്തനമാണ് നമ്മുടെ സഭയുടെ ആത്മീയ ഭൗതിക വളർച്ച എന്നൂടെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. തുടർന്ന് നമ്മുടെ ഉടമ്പടി ശുശ്രൂഷയാകുന്നുവല്ലോ. നമ്മുടെ ഇപ്പോൾ ഒരു പാട്ട് പാടുന്ന സമയത്ത് നമ്മുടെ കവർ സമർപ്പിക്കാവുന്നതാണ്. ആത്മദേഹി ദേഹത്തെ എന്ന പാട്ട് നമുക്ക് എഴുന്നേൽന്ന് പാടാം.
നമുക്ക് ഉടമ്പടി ശുശ്രൂഷയ്ക്കായി എഴുന്നേൽത്ത് നിൽക്കാം. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ, നിങ്ങളോടുകൂടെയും. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു പുതിയ ഉടമ്പടി മധ്യസ്ഥനായി നിയമിച്ച ദൈവമേ, ഞങ്ങളെല്ലാവരും വിശ്വാസ പൂർണ്ണതയിൽ തിരുസന്നിധിയിലേക്ക് അടുത്തുവന്ന് സ്ഥിരമായ ഒരു ഉടമ്പടിയിൽ നിന്നോട് ചേരുവാൻ കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമീൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ദൈവം തന്നെ ജനങ്ങളോട് ചെയ്തിട്ടുള്ള ഉടമ്പടിയിൽ നമ്മുടെ ഭാവം ഇപ്പോൾ പൂർണ്ണഹൃദയത്തോടെ നാം പുതുക്കുകയും ക്രിസ്തുവിന്റെ മുഖം നമുക്ക് ഏൽക്കുകയും ചെയ്യാം. അവന്റെ മുഖം ഏൽക്കുക എന്ന് പറഞ്ഞാൽ അവൻ തന്നെ നമ്മുടെ സ്ഥാനവും വേലയും നിർണയിക്കുകയും അവൻ മാത്രം നമ്മുടെ പ്രതിഫലമായിരിക്കുകയും ചെയ്യുന്നത് നാം പൂർണ്ണ സംതൃപ്തരത്രേ. ക്രിസ്തുവിന് വേണ്ടി പല സേവനങ്ങളും നിർവഹിക്കപ്പെടാവുന്നതായിട്ടുണ്ട്. ചിലത് എളുപ്പമുള്ളവയും മറ്റു ചിലത് പ്രയാസമുള്ളവയുമാണ്. ചിലത് മാനമുള്ളവയും മറ്റു ചിലത് നിന്ന് കൈവരുന്നതുമാകുന്നു. ചിലത് നമ്മുടെ സ്വാഭാവിക അഭിലാഷങ്ങൾക്കും ഭൗതിക താല്പര്യങ്ങൾക്കും അനുയോജ്യമായിരിക്കും. എന്നാൽ മറ്റു ചിലത് ഇവ രണ്ടിനും വിപരീതമായിരിക്കും. ചിലത് നമുക്ക് ക്രിസ്തുവിനെയും നമ്മെ തന്നെയും പ്രസാദിപ്പിക്കാൻ സാധിച്ചേക്കും. മറ്റു ചിലതിൽ നമ്മെ തന്നെ ത്യജിക്കാതെ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയുമില്ല. എന്നാൽ നമ്മെ ശക്തീകരിക്കുന്ന ക്രിസ്തുവിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനുള്ളതായ കഴിവ് ദൈവം നമുക്ക് നിശ്ചയമായി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഉടമ്പടി നമ്മുടെ സ്വന്തമായി നമുക്ക് സ്വീകരിക്കാം. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും പിന്മാറി പോകാതിരിക്കാൻ അവരുടെ ശക്തിയിൽ തീരുമാനിക്കുകയും ചെയ്യാം. ഇപ്രകാരമുള്ള ഒരുക്കത്തോടുകൂടി നമുക്കിപ്പോൾ മുട്ടുകുത്തി ദൈവത്തിൽ പരമാർത്ഥമായി ആശ്രയിച്ചുകൊണ്ട് അവന്റെ വാർത്തകളിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മെ തന്നെ പുതുതായി അവനെ കീഴ്പ്പെടുത്താം. ശാന്തമായിട്ടിരിക്കാം. നമുക്ക് ഉടമ്പടി ചേർന്ന് പ്രാർത്ഥിക്കുന്നതായി നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. പുതിയ വർഷക്കാലം പുതിയ തീരുമാനത്തോട് മുന്നോട്ട് ജീവിപ്പാൻ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആത്മദേഹത്തെ കാഴ്ചയായി വയ്ക്കുന്നിതാ നിന്നുണ്ട് ഞാനേശുവേ എന്നോ നീൻ വകയാവ പീഠത്തിൽ മേലെന്നെ ഞാൻ വെച്ചു തീക്കായി കാക്കുന്നു. കാത്തു കാത്തിരിക്കുമേ തീര നോക്കുന്നു. നമുക്ക് ഉടമ്പടി ചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ കാരുണ്യമേറിയ ഉടമ്പടിയിൽ പങ്കാളിയായി തീരുന്ന ക്രിസ്തുവിൽ കൂടെ ഞങ്ങൾ വിളിച്ചിരിക്കുന്ന കർത്താവായ ദൈവമേ, പരിശുദ്ധ പിതാവേ, നിന്നുള്ള സ്നേഹത്താ നിന്റെ പൂർണ്ണഹിതം അന്വേഷിക്കുകയും നിവർത്തിക്കുകയും ചെയ്യുവാനായിട്ട് ഞങ്ങളിപ്പോൾ അനുസരണത്തിന് മുഖം സന്തോഷത്തോടെ ഏറ്റുകൊള്ളുന്നു. ഇനിമേൽ ഞാൻ എനിക്കുള്ളവനല്ല, നിനക്കുള്ളവനത്രേ. നീ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ നിയമിക്കുക. നീ ഇഷ്ടപ്പെടുന്ന ആളുകളോട് എന്നെ ആക്കുക. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനോ കഷ്ടപ്പെടുന്നതിനോ എന്നെ നിയോഗിക്കുക. നിനക്ക് വേണ്ടി വേല ചെയ്യുന്നതിനോ നിനക്ക് വേണ്ടി മാറി നിൽക്കുന്നതിനോ എന്നെ ഉപയോഗിക്കുക. നിനക്ക് വേണ്ടി ഉയർത്തപ്പെടുകയോ നിനക്ക് വേണ്ടി താഴ്ത്തപ്പെടുകയോ ചെയ്യുവാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. നിറയപ്പെട്ടവനായോ ഒഴിഞ്ഞവനായോ എല്ലാം ഉള്ളവനായോ ഒന്നുമില്ലാത്തവനായിരിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സ്വമേധയായും ഹൃദയപൂർവ്വമായും ഞാൻ സകലൊന്നിൻ്റെ ഇഷ്ടത്തിനും തീരുമാനത്തിനും കീഴ്പ്പെടുത്തുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വമുള്ള വാഴ്ത്തപ്പെട്ട ദൈവമേ, ഇപ്പോൾ നീ എൻ്റേതും ഞാൻ നിൻ്റേതുമായി തീർന്നിരിക്കുന്നു. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ.
ഈ ഭൂമിയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഈ ഉടമ്പടി സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെടുമാറാകട്ടെ. ആമീൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമീൻ. ദാനാർപ്പണത്തിനും അപ്പനുറുക്ക് ശുശ്രൂഷയുമായി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരി സഹോദരന്മാർ തുമ്പിച്ച് വസിക്കുന്നത് എത്ര ശുഭത്ര മനോഹരവുമാകുന്നു. അപ്പം നാവുകൊണ്ട് വളരാനും ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരു അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. സ്നേഹത്തിൻ്റെ സമാധാനത്തെ അടലമായ കൈസ്ഥിതി സ്വീകരിക്കാം. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. കീർത്തന 209, ഹിൻ നമ്പർ 209. Yeah.
ദൈവമേ, നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവിടുത്തെ ദൈവത്തിന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പദവിയെ പ്രസിദ്ധിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മഹാദേവരായ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഉള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നിന്നെ ഒന്ന് വാങ്ങി ഞങ്ങൾക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളെ ഞങ്ങളെല്ലാവരും കൈക്കൊണ്ട് നിന്റെ മുഖത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്ക് മുട്ടുകുത്തി ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവേ. നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവ് നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളും എല്ലാ സ്ഥലങ്ങളും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായം ഞങ്ങൾ ചെയ്യണമെന്ന മുറയുമാകുന്നു. ദൈവമക്കളാകുവാൻ മൂലം ഞങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിന് നിന്റെ ദൈവത്തനായ യേശു ക്രിസ്തുവിന് ഞങ്ങൾക്ക് വേണ്ടി മറികൾ ജനിപ്പാൻ നീ തന്നതിനാൽ പ്രത്യേകമായി ഈ കാലത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ദൈവതന്മാരോടും പ്രധാനന്മാരോടും സകലേ സംഘത്തോടും കൂടെ ഞങ്ങളിപ്പോൾ നിന്നെ സ്തുതിച്ചും സന്നിഹിതമായ കർത്താവ് പരിശുദ്ധൻ 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 ആകാശം ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോനായ കർത്താവെ നിർമ്മഹത്വം ചൊല്ലിയും നിന്റെ മാത്രം നാമത്തെ പൂഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. കർത്താവിന്റെ നാമത്തിൽ വന്നവനായിരുന്നു വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്തുതി. സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യ വർഗത്തോടുള്ള അന്ത്യാദ്യ സ്നേഹം കൊണ്ട് നിലയത്തനായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ മനസ്സുവാർത്തെടുപ്പാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി പുരുഷന്മേൽ മണറിയിപ്പാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ ഏക ഒരുപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിൻ്റെയും പാവങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും ഒരുപാട് മതശാന്തി നിർവഹിക്കുകയും താൻ വീണ്ടും വരുവോളം തന്റെ വിലയേറിയ മനത്തെക്കുറിച്ച് ഇടപെടാതെ ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് തന്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തന്റെ ശിഷ്യന്മാർ കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു.
എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത്താഴം കഴിഞ്ഞ ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർ കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇരുന്ന് കുടിപ്പീൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവ് അവൻ്റെ പുത്രന്റെ വിലയേറിയ മരണത്തെയും കഷ്ടപ്പാടിനെയും അവന്റെ മഹത്വമുള്ള പുനരുത്ഥാനത്തെയും സ്വർഗാരോഹണത്തെയും ഓർത്തുകൊണ്ടും അവൻ നിങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം വരുവോളം അവൻ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായി ഞങ്ങളിതിനെ ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെ നിദാനങ്ങളായ അപ്പത്തെയും മീനെയും നിശ്ചിതാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടപേക്ഷിക്കുന്നു. അങ്ങനെ അതിന് യോജിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിൻ്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവായ മെശിയാന്തരയാകുന്ന അവങ്കിലേക്ക് സകലത്തിൽ വളരണമെന്ന് കൃപ നൽകണമേ. അവൻ മൂലമായി അവരോടുകൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, അങ്ങേക്ക് സകലവുമായ മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമീൻ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോട് അതിലേറെ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ ആവശ്യത്തിരിക്കെ പറഞ്ഞമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്വത്ത് പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, നിനക്ക് അറിവുകൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഈ പുതിയ വർഷത്തിൽ നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വിനയപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ഒരു വർഷക്കാലം അത്ഭുതകരം അതിശയകരമായി ഭൂമിയുടെ വരപ്പിൽ സാക്ഷ്യമായി അവിടുന്ന് സർവശക്തനായ ദൈവം വഴി നടത്തി. പുതിയ വർഷത്തിൽ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ തക്കണം ശക്തിരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് വിനയമായിട്ട് നമുക്ക് ഏറ്റുപറയാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്റെ ഫലമിതായ അധികാരങ്ങളില്ലാതെ ഞങ്ങൾ നിന്നെ ആശ്രയിച്ചുകൊണ്ട് നിന്റെ മേശയിലേക്ക് വരുവാൻ തുനിയുന്നില്ല. ഞങ്ങൾ മേശയിൽ അപ്പം കർത്താവിനാവുന്നു. അതുകൊണ്ടുകൂടിയുള്ള കർത്താവേ, ഞങ്ങളുടെ ആവശ്യ ആത്മാക്കളും അനുശീലിക്കപ്പെടുവാനും വസിപ്പാനത്തപ്പോണം നാമത്തെ വശിക്കുകയും കുറിക്കുകയും ചെയ്യേണ്ടത് നമുക്ക് കൃപ തരണമേ. നാം നിർക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ?
ജീവന്റെ അപ്പമാകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം സത്യാന്തരുളിയായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം വിശ്വാസയുടെ വിശുദ്ധ മേശങ്കിലേക്ക് കടന്നു വരാം. നാലുപേരെ വെച്ച് ഇങ്ങോട്ട് കടന്നു വരിക. ജീവന്റെ അപ്പം ആവശ്യത്തിന്റെ ശരീരം, ജീവന്റെ അപ്പം ആവശ്യത്തിന്റെ ശരീരം, ജീവന്റെ അപ്പം ആവശ്യത്തിന്റെ ശരീരം, ജീവന്റെ അപ്പം ആവശ്യത്തിന്റെ ശരീരം. സത്യാമതിയുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം, സത്യാമതിയുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം, സത്യാമതിയുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം, യേശു ക്രിസ്തുവിന്റെ തിരുരക്തം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമാധാനത്തിന് വാഴുമാകട്ടെ.
ജീവനൊപ്പം ആവശ്യത്തിൻ്റെ ശരീരം, ജീവനൊപ്പം ആവശ്യത്തിൻ്റെ ശരീരം, ജീവനൊപ്പം ആവശ്യത്തിൻ്റെ ശരീരം, ജീവനൊപ്പം ആവശ്യത്തിൻ്റെ സത്യാമൃതമായ യേശുക്രിസ്തുവിന്റെ രക്തം, സത്യാമൃതമായ യേശുക്രിസ്തുവിന്റെ രക്തം, സത്യാമൃതമായ യേശുക്രിസ്തുവിന്റെ രക്തം, സത്യാമൃതമായ യേശുക്രിസ്തുവിന്റെ രക്തം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനം അനുഗ്രഹവുമായി ഉടനീക്കുമാറട്ടെ. ജീവനൊപ്പം ശരീരം, ജീവനൊപ്പം ശരീരം, ജീവനൊപ്പം ശരീരം, ജീവനൊപ്പം ശരീരം. സത്യാമൃതമായ യേശുക്രിസ്തുവിന്റെ രക്തം, സത്യാമൃതമായ യേശുക്രിസ്തുവിന്റെ രക്തം, സത്യാമൃതമായ യേശുക്രിസ്തുവിന്റെ രക്തം, സത്യാമൃതമായ യേശുക്രിസ്തുവിന്റെ രക്തം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനം അനുഗ്രഹവുമാകട്ടെ. ജീവന്റെ പണത്തായ യേശുവിന്റെ ശരീരം, ജീവന്റെ പണത്തായ യേശുവിന്റെ ശരീരം, ജീവന്റെ പണത്തായ യേശുവിന്റെ ശരീരം. സത്യാമൃതമായ യേശുക്രിസ്തുവിന്റെ രക്തം, യേശുക്രിസ്തുവിന്റെ രക്തം, സത്യാമൃതമായ യേശുക്രിസ്തുവിന്റെ രക്തം, യേശുക്രിസ്തുവിന്റെ രക്തം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനം അനുഗ്രഹവുമാകട്ടെ. ജീവനൊപ്പം യേശുവിന്റെ ശരീരം, ജീവനൊപ്പം യേശുവിന്റെ ശരീരം, ജീവനൊപ്പം യേശുവിന്റെ ശരീരം, ജീവനൊപ്പം യേശുവിന്റെ ശരീരം. സത്യാമൃതമായ യേശുക്രിസ്തുവിന്റെ രക്തം, സത്യാമൃതമായ യേശുക്രിസ്തുവിന്റെ രക്തം, സത്യാമൃതമായ യേശുക്രിസ്തുവിന്റെ രക്തം, സത്യാമൃതമായ യേശുക്രിസ്തുവിന്റെ രക്തം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനം അനുഗ്രഹവുമാകട്ടെ. ജീവന്റെ പണത്തായ യേശുവിന്റെ ശരീരം, ജീവന്റെ പണത്തായ യേശുവിന്റെ ശരീരം, ജീവന്റെ പണത്തായ യേശുവിന്റെ ശരീരം, ജീവന്റെ പണത്തായ യേശുവിന്റെ ശരീരം. സത്യാമൃതമായ യേശുക്രിസ്തുവിന്റെ രക്തം, സത്യാമൃതമായ യേശുക്രിസ്തുവിന്റെ രക്തം, സത്യാമൃതമായ യേശുക്രിസ്തുവിന്റെ രക്തം, സത്യാമൃതമായ യേശുക്രിസ്തുവിന്റെ രക്തം. നമ്മുടെ കർത്താവായ യേശുവിന്റെ കൃപയും സമാധാനം അനുഗ്രഹവുമാകട്ടെ. ജീവന്റെ പണത്തായ യേശുവിന്റെ ശരീരം, ജീവന്റെ പണത്തായ യേശുവിന്റെ ശരീരം, സത്യാമൃതമായ യേശുക്രിസ്തുവിന്റെ രക്തം, സത്യാമൃതമായ യേശുക്രിസ്തുവിന്റെ രക്തം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനം അനുഗ്രഹവുമായി നാം എല്ലാവരും ഇരിക്കുമാറാകട്ടെ. ആമേൻ.
ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ സാക്രമെന്ത് വിശ്വാസാൽ കൈക്കൊണ്ട നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ പ്രാർത്ഥന ചേർന്നോ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നിന്റെ വാത്സല്യ പുത്രനോട്ടാവുമായി യേശുമിശിഹായി ഞങ്ങൾ മക്കളായി സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. അവൻ്റെ മഹാവിലയേറിയ ശരീരക്തം ആത്മീയ ആഹാരം കൊണ്ട് നീ ഞങ്ങളെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് പാപമോചന ജീവനെക്കുറിച്ചുള്ള വാഗ്ദാനം നൽകിയിരിക്കുന്നു. നിന്റെ വീടില്ലാതെ വാങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യുന്നതിനെ സ്തുതിക്കുന്നു. ഞങ്ങളെ ശരീരങ്ങളെ ആത്മാക്കളെയും ജീവനവിശുദ്ധ യാഗമായി നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. അതാണ് നിങ്ങളുടെ ഏറ്റവും ഉചിതമായ ആരാധന. ഞങ്ങൾ ഈ ലോകത്തിനൊരാകാതെ നല്ലതും പൂർണ്ണമായ ദൈവം തിരിച്ചറിയേണ്ടതിന് മനസ്സുതി തിരുവാതിരപ്പെടുന്നത് സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഭൂമിയെ അനുസരിച്ച് ഒടുവിൽ സുഖരാജ്യത്തോടെ സന്തോഷിക്കേണ്ടതിന് കൃപ നൽകണമെന്നതിനോട് അപേക്ഷിക്കുന്നു. അവനോട് പരിശുദ്ധാത്മാവിനൂടെ എന്നേക്ക് ഏകദൈവമായി ജീവിച്ചു വാഴുന്നുവല്ലോ. സകലവിധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെ അവൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവുള്ള സ്നേഹത്തിലും നിങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ഈ വർഷത്തെ മധ്യകാല മഹാവിളവെന്നുള്ള കലണ്ടർ ലഭ്യമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ സൗഖ്യത്തിൻ്റെ വർഷം, ഇയർ ഓഫ് ഹീലിംഗ് ആണ്. അതുകൊണ്ടാണ് മെസ്സേജ് പ്രകാരം ക്രമീകരിച്ചത്. അതുകൊണ്ട് കലണ്ടറും വേദവായന കാർഡും ബൈബിൾ റീഡിങ് തയ്യാറായിട്ടുണ്ട്. വേദവായന കാർഡ് ഇംഗ്ലീഷ് വേണ്ടവർ ഇംഗ്ലീഷ് ചോദിച്ചു വാങ്ങുക, മലയാളം വേണ്ടവർ മലയാളം ചോദിച്ചു വാങ്ങുക. ഒരു കുടുംബത്തിന് ഒരു കലണ്ടർ എന്ന നിലയിലാണ്. വിവാഹം കഴിച്ചിട്ടുള്ളവർ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാവുന്നതാണ്.
അതുകൊണ്ട് ഇതിന് ശേഷം നിങ്ങളുടെ അവരവരെ കലണ്ടർ കൈപ്പറ്റുക. ദേവാലയത്തിൽ വരാത്തവർക്ക് ദേവാലയത്തിൽ അത് ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ദേവാലയത്തിൽ വരുന്ന ആരുടെയും പക്കൽ കൊടുത്തു വിടണമെങ്കിൽ അത് ഫോൺ മുഖാന്തരം വിളിച്ചറിയിക്കുക. പ്രകാരമുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. ഈ വർഷത്തെ കലണ്ടർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്നേഹമുള്ള ജെറിനും ഫാമിലിയാണ്. അവളുടെ നന്ദി സ്നേഹം അറിയിക്കുക. കാരണം ഞാൻ ജെറിനോട് പറഞ്ഞു ഇപ്രകാരം ഒന്ന് കളക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അച്ഛാ അത് ഞാനങ്ങ് സ്പോൺസർ ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത്, പറയേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. എൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ടല്ലോ, കടമയുണ്ടല്ലോ. ജെറിനോടും ഫാമിലിയുടെ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇത് കോട്ടയത്തിൽ നിന്ന് ഇപ്രകാരം എത്തിച്ചത് സ്നേഹമുള്ള മിനോ മാത്യു ആണ്. മിനോ അത് കൊണ്ടുവരികയും നമുക്കിത് പുതിയ വർഷത്തിൽ തന്നെ അതെല്ലാവർക്കും കാര്യങ്ങളിൽ എത്തുവാൻ ഉള്ള ക്രമീകരണം ചെയ്തു. മിനോ മാത്യുവിനുള്ള നന്ദി സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കലണ്ടറും വേദവായനക്കാർഡും ചോദിച്ചു വാങ്ങിക്കൊണ്ട് പോവുക. പേഴ്സണലായിട്ടൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമുക്കറിയാം നാട്ടിലെ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് മതിയുള്ള മഹായിടവിടെ ഈ സ്നേഹം കൊണ്ടായിരിക്കും അച്ഛൻ എല്ലാവരും വാട്സപ്പ് ഇട്ട് തരുന്നത്. പക്ഷെ എല്ലാവരും ഒരേ സംഭവം തന്നെ വാട്സപ്പ് ഇട്ട് തരുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫോൺ ഹാങ്ങായി മാറുക. എൻ്റെ ഫോൺ വലിയ വില കൂടിയ ഫോണൊന്നുമല്ല, സാധാരണ ഫോണാണ്. കഴിഞ്ഞ ദിവസത്തിൽ നാട്ടിലെ പ്രത്യേകിച്ച് ഈ നോട്ടിഫിക്കേഷൻ എല്ലാം വരുന്നത് എല്ലാവരും വാട്സപ്പ് ഇട്ട് തരും. ഒരു പക്ഷേ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും നിങ്ങൾ അച്ഛൻ അറിഞ്ഞില്ല അറിഞ്ഞോട്ടെന്ന് വെച്ചാൽ. പക്ഷേ ഈ സംഭവം എല്ലാം നിങ്ങളെക്കാട്ടും നേരത്തെ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ദയവ് ചെയ്ത് ആവർത്തിക്കണമെന്നില്ല. അങ്ങനെ അച്ഛന് കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്ന് ഫോൺ വിളിച്ച് ചോദിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ നിർമ്മാണ വെള്ളൂർ പള്ളിയിൽ അച്ഛൻ സാം ജോണച്ചൻ നിത്യമായ സൊസൈറ്റിയിൽ ചേർക്കപ്പെട്ടു. അച്ഛൻ്റെ ദൈവയോഗം അപ്പം തന്നെ അറിഞ്ഞതാണ്. പക്ഷേ എല്ലാവരും എനിക്ക് ഇഷ്ടം തന്നു, പലരും. അതുപോലെ തന്നെ മധ്യയുള്ള മഹായിടവ് എന്ത് സർക്കിൾ ഇറക്കിയാലും 5-6 കോപ്പി വെച്ച് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് സ്നേഹത്തെ ഓർമ്മപ്പെടുത്തുക. അങ്ങനെ ഞാൻ അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ സ്നേഹത്തെ വിളിച്ചു ചോദിച്ച് വളരെ ഉപകാരപ്രദമായിരിക്കും. അല്ലെങ്കിൽ ഞാനിതെല്ലാം ഇന്ന് ഡിലേറ്റ് ചെയ്യേണ്ടതായ സാഹചര്യം ഉണ്ടാകും. കാരണം നമ്മുടെ പള്ളിയുടെ എല്ലാ കാര്യവും ക്രമീകരിക്കപ്പെടുന്നത് ഈ അച്ഛൻ്റെ ഫോണിൽ കൂടിയാണ്. ഈ ഹാങ് ആകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും നിരവധിയാണ്. പിന്നെ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താറുള്ളത്, നമ്മുടെ ലാൻഡ് ഫോൺ ഇപ്പം വർക്ക് ചെയ്യുന്നില്ല. അത്യാവശ്യ കാര്യങ്ങളിൽ ഒന്ന് എന്നെ ബന്ധപ്പെടുന്ന കിട്ടുന്നില്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജെങ്കിലും അയക്കുക. അല്ലെങ്കിൽ കൊച്ചമ്പയുടെ ഫോൺ നമ്പറിലെങ്കിലും ബന്ധപ്പെടാനുള്ള ക്രമീകരണം ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്താറുള്ളത്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. കീർത്തനം 283, ഹിൻ നമ്പർ 283.
വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ അവിടെ ഞങ്ങളെ ശക്തീകരിക്കാനായി ശ്രമിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബസ്ഥരായ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചെറുമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ വിടുതൽ ആശ്വാസം അവർ പ്രദാനം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വേർപാടുത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ ആശംസിക്കണം പ്രാർത്ഥിക്കുന്നു. പുതുവർഷത്തിലൊക്കെ മാംസരക്തം പശുപ്പാൻ മനസ്സുവാൻ സമർപ്പിക്കുന്നു. കർത്താവെ സൗഖ്യദായക വർഷമായ വേർതിരിക്കുമ്പോൾ അതനുസൃതമായ പ്രാർത്ഥനയോട് വിശ്വാസത്തോടെ മുന്നേറുവാൻ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നതിനെ തുടർന്ന് കൂടി വരുവോളം തിരുപ്പുകൾ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിലായിരിക്കുന്നു. കൃപയോടുകൾക്കും ആരാധനയെ കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ